കനത്ത പ്രതിഷേധങ്ങൾക്കിടെ പ്രത്യേകം തയ്യാറാക്കിയ പരീക്ഷാ കേന്ദ്രത്തിൽ താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതി. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രത്തിലാണ് പ്രതികൾ പരീക്ഷ എഴുതിയത്. കൊലപാതക കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വിഷയം വേറെയാണ്. നിങ്ങൾ ഇമ്മാരെ അഭ്യാസം എടുക്കണ്ട. ഷഹബാസ് കൊലപാതക കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോം പരിസരം രാവിലെ മുതൽ തന്നെ സമരങ്ങളാൽ സംഘർഷഭരിതമായിരുന്നു. ആദ്യം KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെ നേതൃത്വത്തിലെത്തിയ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൊട്ടുപിന്നാലെ ജില്ലാ ഭാരവാഹികളായ സ്വാഹിബ് മുഹമ്മദ്, അഫ്നാസ് ചോറോഡ് എന്നിവരുടെ നേതൃത്വത്തിൽ MSF പ്രവർത്തകരുമെത്തി. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനു പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം MSF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും കൊലക്കേസ് പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ പോലീസ് ഒത്താശ ചെയ്യുകയാണെന്ന് PK നവാസ് ആരോപിച്ചു. കൊലയാളിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഓർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന നിങ്ങളൊക്കെ എവിടുത്തെ പോലീസാണോ? എവിടുത്തെ പോലീസാ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഓർത്തരെ കൊന്നിട്ടല്ലോ ആ നാലുള്ള എക്സാം എഴുതാ. ആ പൊന്നു മോള് പഠിക്കുന്നതല്ലേ ഓൻ എഴുതേണ്ട എക്സാം അല്ലേ? പിന്നീട് ഒന്നിനു പിറകെ ഒന്നായി യൂത്ത് കോൺഗ്രസ്, MSF, KSU പ്രവർത്തകർ പലതവണ പ്രതിഷേധിച്ചു. അതിനിടെ ചിലർ മതിൽ ചാടിക്കടന്ന് ജുവനൈൽ ഹോമിന്റെ കോമ്പൗണ്ടിനകത്ത് കയറിയും പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതികളായ വിദ്യാർത്ഥികളെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതിക്കാനായിരുന്നു പോലീസ് ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ അവരെ തടയുമെന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രഖ്യാപിച്ചതോടെ പരീക്ഷാ കേന്ദ്രം മാറ്റി. രാവിലെ തന്നെ ജുവനൈൽ ഹോമിന് മുൻപിൽ സംഘടനകൾ പ്രതിഷേധം തുടങ്ങിയതോടെ പ്രതികളായ വിദ്യാർത്ഥികളെ പുറത്തേക്ക് എത്തിക്കാനാവില്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അതോടെയാണ് ജുവനൈൽ ഹോമിനകത്ത് ഇവർക്കുള്ള പരീക്ഷാ കേന്ദ്രം ഒരുക്കി നൽകിയത്. അതിനിടെ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ C മനോജ് കുമാർ, AEO വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഷഹബാസിന്റെ വീട് സന്ദർശിച്ചു. മകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിലുള്ള വേദന പിതാവ് ഇക്ബാൽ ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചു. ഷഹബാസ് വധക്കേസിൽ പ്രതികളുടെ രക്ഷിതാക്കളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.